അറിയോ തമാശയിലൂടെ പറയും ഒരു സീരിയസ്നെസ് മുഖം നല്ല ദേഷ്യത്തിൽ തന്നെയോ പക്ഷെ പറഞ്ഞ തന്നെ കോമഡിയോ. ശരിക്കും അങ്ങേർക്ക് കുറച്ചും കൂടി നല്ല റോളുകൾ, കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള, കുറച്ചും കൂടി കൗണ്ടേഴ്സ് ഒക്കെ ഉള്ള റോളുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ മലയാളത്തിന് നല്ലൊരു കോമഡി അല്ലെ ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ആർട്ടിസ്റ്റിനെ കിട്ടും. സോ അത് കൺസിഡർ ചെയ്യുക എല്ലാവരും. സോ ഈ പടത്തിന്റെ ഒരു മേജർ ഫസ്റ്റ് ഹാഫ് മൊത്തം ഈ നിഖില വിമലിന്റെ ക്യാരക്ടർ ആരൊക്കെ പറ്റിച്ചു, അത് എങ്ങനെ പറ്റിച്ചു, അത് എന്തിനു പറ്റിച്ചു, പിന്നെ പോലീസ് സ്റ്റേഷനിൽ അതിനുള്ള റീസണിങ്ങും കാര്യങ്ങളും. സെക്കൻഡ് ഹാഫിലേക്കാണ് ഇതിന്റെ കുറെ ട്വിസ്റ്റുകളും മർമ്മപ്രധാനമായിട്ടുള്ള പരിപാടികൾ വരുന്നത്. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് ഇതിലെ ഹക്കീമിന് കുറച്ചും കൂടി ചെയ്യാനുണ്ട്. ഹക്കീമിനെ കുറിച്ച് എന്താ പറയുക, ഹക്കീം ഓരോ സിനിമ കഴിയുമ്പോഴും ഹക്കീമിന്റെ ഒരു റേഞ്ച് അല്ലേ ഹക്കീമും നിഖില വിമലും രണ്ടുപേരും ഭയങ്കര നാച്ചുറൽ ആയിട്ട്. നിഖില വിമലിനെ നമുക്ക് അറിയാം, ഭയങ്കര ആ ഒരു ഫ്ലോയിൽ അഭിനയിച്ചു പോകുന്ന ഒരു നടിയാണ്. ഇവര് രണ്ടുപേരുടെയും കോംബോ രസം ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും പടം ഒരു പേസ് ഉണ്ട് പടത്തിന്. അതായത് ഒന്നും കൂടി സ്പീഡ് കൂടി, ട്രാക്ക് കൂടി, സ്പീഡ് കൂടി, വെറുപ്പിക്കലില്ല. പിന്നെ ഇന്ന് ഓവറായിട്ട് നമുക്ക് ചിരിപ്പിക്കാനോ അല്ലെങ്കിൽ ഓവറായി നമ്മളെ ചിന്തിപ്പിക്കാനുള്ള ഐറ്റങ്ങളില്ല. സിനിമേന്റെ ഒരു സെക്കൻഡ് ഹാഫിന്റെ പകുതി ആകുമ്പോഴത്തേക്കും ഏറെക്കുറെ ഇപ്പൊ റെഗുലർ സിനിമകൾ കാണുന്ന ആളുകൾക്ക് ഇത് എവിടെ ചെന്ന് എത്തും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. കാരണം അങ്ങനത്തെ ഒരു നറേഷൻ സ്പൂൺ ഫീഡിങ് ആണ്. അങ്ങോട്ട് മറ്റേ ട്വിസ്റ്റും ടേണും ഇട്ടിട്ട് ത്രസിപ്പിക്കുന്ന രീതിയിൽ എഡ്ജ് ഓഫ് ദ സീറ്റ്. അത് പ്രഡിക്റ്റബിൾ ആണ് ആ ട്വിസ്റ്റ്. എനിക്ക് പ്രഡിക്റ്റബിൾ ആയിരുന്നു, ചിലർക്ക് അത് പ്രഡിക്റ്റബിൾ ആവില്ല. എനിക്ക് സിനിമേന്റെ ഒരു ട്വിസ്റ്റും ടുവേർഡ്സ് എൻഡ് ഒക്കെ പ്രഡിക്റ്റബിൾ ആയിട്ട് പോലും കണ്ടിരിക്കാൻ ഒരു രസം ഉണ്ടായിരുന്നു. കണ്ടിരിക്കാൻ ഒരു സീരിയസ്നെസ് വരുമ്പോൾ ഫണ്ട് കേട്ടോ, ഫണ്ടിന്റെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ സീരിയസ് ആക്കും. പക്ഷെ അതൊരു നല്ലൊരു ബാലൻസ് ചെയ്ത് പോയ പോലെ തോന്നി. അങ്ങനെ നല്ല രസമായിട്ട് ഹക്കീമൊക്കെ നല്ല രസമായിട്ട്, നല്ല ഭയങ്കര നാച്ചുറാലിറ്റി ആണ് എനിക്ക് തോന്നിയത്. ഭയങ്കര കണ്ണോട്ടുള്ള നോട്ടാണെങ്കിലും ബോഡി ലാംഗ്വേജ് ഒക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി എല്ലാം ഒരു ഡീസന്റ്, ആദ്യത്തെ പാട്ടുകൾ ഇഷ്ടം, ഡീസന്റ് സാധനമാണ്. അപ്പൊ ടോട്ടലി നോക്കുമ്പോ ഇന്ന് എനിക്ക് ഈ ഒരു പടം അത്യാവശ്യം നല്ലൊരു ഫീലിംഗ് അല്ലെ, വെരി ഗുഡ് ഫീലിംഗ് ആണ് തന്നത്. രാവിലെ ഒരു പടം കണ്ട് ഗുളികയും കഴിച്ച് വീണത്രൊന്നും ഇല്ല എന്റെ മക്കളെ. ഞാൻ ഇന്ന് സത്യത്തില് നമ്മളെ റിവ്യൂ സർക്കിളിലുള്ള കുറെ പേരോട് ചോദിക്കുമ്പോ FRK ബെഡൊന്നും നീച്ചിട്ടില്ല, പലരും സൈഡായി എന്നാണ് പറയുന്നത്. ഇങ്ങനൊരു സിനിമ ചരിത്രത്തിൽ വന്നിട്ടില്ല. അജാതി സാധനം മോന്റെ രാജാ സാഹിബ്. അതൊക്കെ കാണേക്കാ വേദം ഇതൊക്കെ കയറി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മനസ്സമാനം കിട്ടും. ഫാമിലി ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാരണം എന്താ പറയുക, ഇതിന് വെച്ചൊരു റീസൺ ഉണ്ട്. ഈ നിഖില വിമലിന്റെ ക്യാരക്ടർ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണു എന്നുള്ളതിന് നിഖില വിമൽ വെച്ച ഒരു റീസണൊക്കെ അതൊക്കെ എന്താ അറിയോ റീസൺ ആയിട്ട് അങ്ങനെയാണ്. ഇരുന്ന ഞാൻ പറയും. അപ്പൊ അത്രയല്ലേ ഉള്ളൂ, നമ്മൾ ആരെയും പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ കണ്ട ആൾക്കാരൊക്കെ നമ്മൾ പറഞ്ഞുള്ള ചതിക്കപ്പെട്ട ഒരാൾ ഇങ്ങനെ ചിരിച്ചില്ലേ, പ്രജുൻ മാഷ് ഇന്റെ മോനെ ഒരു ക്യാമിയോ ഉണ്ട്. ഞാൻ ആ ക്യാമിയോ പറയാൻ പോണ്. തൃശ്ശൂരിന്റെ മണിമുത്ത് പ്രജുൻ മാഷ് ഉണ്ട്. പാവത്തിന് ഇത് കൊടുത്തില്ലടാ, ഡയലോഗ് കൊടുത്തില്ല. ഞങ്ങള് ഫാൻസി ഞങ്ങളളക്കും ആളൊക്കെ. ലാലക്ക് കിട്ടിയിട്ടില്ല, അക്യൂന് കിട്ടി, ഒരു മനുഷ്യന് കിട്ടിയില്ല, വെട്ടിയാർക്ക് കിട്ടി. ഇത് വെട്ടിയാരേക്കാ കയ്യടി പ്രജുൻ മാഷിന് കിട്ടി. അതാണ് പ്രജുൻ മാഷ്. മറ്റേ അജുവിന്റെ ഒപ്പമുള്ള ആള് അജു വർഗീസിന്റെ ഒപ്പം ഒരു ചങ്ങായിന്റെ പേര് എനിക്കറിയില്ല, മൂപ്പര് അടിപൊളി കൗണ്ടേഴ്സ് ആയിരുന്നു. ഈ എൻറ്റയർ കഥ നടക്കുന്നത് കോഴിക്കോട്, കണ്ണൂര് അല്ലെ, കോഴിക്കോട്. അജു വർഗീസിന്റെ ക്യാരക്ടർ കോഴിക്കോടുകാരനാണ്. ബാക്കിയൊക്കെ ഈ പറഞ്ഞ കണ്ണൂര്, കോഴിക്കോട് ബെൽറ്റിൽ കിടക്കുന്ന ഒരു സ്ലാങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ കഥ. അപ്പൊ എന്താണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടമായി. നിങ്ങൾക്ക് അടുത്തുള്ള തിയേറ്ററിൽ ധൈര്യമായിട്ട് പോയി കയറി കാണാം. ഒരു ഫ്രഷ്നെസ് ഉണ്ട് അല്ലേ, കഥയ്ക്കും ഒരു ഫ്രഷ്നെസ് ഉണ്ട്, മൊത്തത്തിൽ ഈ സിനിമയ്ക്ക് ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു സബ്ജക്റ്റിൽ തന്നെ ഒരു ഫ്രഷ്നെസ് തോന്നി. അത് ഹാൻഡിൽ ചെയ്ത രീതിയും അടിപൊളിയാണ്. ഓക്കെ ഗൈസ്, ഞങ്ങൾ പോട്ടെ. നട്ടപ്പതിരിയായി, വീട്ടിൽ പോയി കിടന്നുറങ്ങട്ടെ. നാലും രാജാ സാഹിബ് പൊന്നോ, രാജാ സാബ് നിനക്ക് അങ്ങനെ തന്നെ വേണം. ഒറ്റയ്ക്ക് പോയി ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് പോയി. ഇവരാരുമില്ല, സ്നേഹമില്ല, അബില്ല, പ്രഭില്ല, ജിത്തുവായില്ല, ഒറ്റയ്ക്ക് പോയി. ഞാൻ അവരാധം കണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇവരൊക്കെ കൂട്ടിപ്പോയ ഇവർ കൂട്ടി കൊടുക്കുന്നു. ശത്രുക്കള്, ഏതെങ്കിലും ശത്രുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ
അവർക്ക് പണി കൊടുക്കാൻ പറ്റിയ പരിപാടി രാജാ സാഹിബിന് ടിക്കറ്റ് എടുത്തു. പുറത്തുപോയി.